ഉഷാ രഘുനന്ദനൻ. നമ്മുടെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഡിവൈഡിങ് 4 ഡിജിറ്റ് നമ്പർ ബൈ എ 2 ഡിജിറ്റ് നമ്പർ. നാലക്ക സംഖ്യേനെ എങ്ങനെയാണ് രണ്ടക്ക സംഖ്യ വെച്ചിട്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്തെടുക്കുക. ഡിവിഷൻ പലർക്കും നല്ല ടഫാണ് അല്ലേ? അത് ശരിയായ ആ ഒരു രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ടേബിൾസും അതേപോലെ തന്നെ ഗുണപട്ടിക നന്നായിട്ട് അറിയണം, എന്നാൽ ഡിവിഷൻ നമുക്ക് സിമ്പിൾ ആവും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കുക, എന്നിട്ട് ആ ക്രിയ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഇത് എളുപ്പമാവും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് ഹരിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അല്ലേ. അങ്ങനെ ഒരു നാലക്ക സംഖ്യ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 5, 6, 7, 8. അതിനെ ഇപ്പോൾ ഞാൻ ഒരു 23 ഡിവൈഡ് ചെയ്യണം. ഇതൊരു 5, 6, 7, 8 എന്നുള്ള ഒരു നാലക്ക സംഖ്യയാണ്. അതിനെ ഞാൻ 23 എന്ന രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടക്ക സംഖ്യയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, രണ്ടക്ക സംഖ്യ ഇതിനെക്കാട്ടിലും വലുതാണോ ചെറുതാണോ. അപ്പോൾ 23-നേക്കാട്ടിലും എന്താണ് വലിയ സംഖ്യയാണ് 56. അപ്പൊ 56-ല് എത്ര 23 ഉണ്ട് എന്ന് നോക്കണം. അപ്പോൾ ഒരു 23 എന്ന് പറഞ്ഞാല് 23 ആണ് അല്ലെ. 2 23 എന്ന് പറഞ്ഞാല് 46 ആണ്. അത് 3 23 ആവുമ്പോ 69. ഈ 69 എന്ന് പറയുന്നത് 56-നേക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ 56 ഈക്വൽ അല്ലെങ്കിൽ 56-ന് താഴെയുള്ള സംഖ്യയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്കറിയാം 46 എന്നുള്ളത് 46, 56-നേക്കാട്ടിലും 10 എണ്ണം താഴെയാണ് അല്ലെ, താഴെയുള്ള സംഖ്യ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു 2 × 23 46 എന്നെടുത്തു. 6-ന്ന് 6 പോയാൽ 0, 5-ന്ന് 4 പോയാൽ 1. ഇനി ഇവിടെ നോക്കുക 10. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? 10. അപ്പോൾ 10 എന്തായാലും 23-നേക്കാൾ താഴെ ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 7 ഇവിടെ ഇറക്കിയിട്ടു. ഇനി 107-ല് എത്ര 23 ഉണ്ട് എന്ന് നോക്കണം. എന്തായാലും ഇത് ചെറിയ സംഖ്യയാണ്, നമുക്ക് വീണ്ടും നോക്കി നോക്കാം. 4 × 23 എന്ന് പറഞ്ഞാല് 92 എന്ന് കിട്ടും. 12 92 എന്ന് കിട്ടും. അതേപോലെ തന്നെ 5 × 23 എന്ന് പറഞ്ഞാല് 115 വരും. പക്ഷെ 115 എന്ന് പറയുന്നത് എന്താണ്? 107-നേക്കാട്ടിലും കൂടുതലാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുക? 92 എന്നുള്ളത് സെലക്ട് ചെയ്യും. ദാറ്റ് ഈസ് 4 × 23 92. അപ്പൊ 7-ന്ന് 2 കുറച്ചാല് 5, 0 എന്ന് പോവില്ല. 10-ന്ന് 9 കുറച്ചാൽ 15. അഗെയിൻ 15 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 23. ചെറിയ സംഖ്യയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ 8 ഇവിടെ ഇറക്കിയിടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 158 എന്ന് കിട്ടി. അപ്പൊ 5 × 23 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി 6 × 23 138 ആണ്. അപ്പൊ ഇതിനെക്കാട്ടിലും ചെറുതാണ്. 7 × 23 കൂടി നമുക്ക് നോക്കി നോക്കാം. 150, സോറി ഒരു മിനിറ്റ്, 21 to 14 16. അത് വലിയ നമ്പറാണ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇത് 161 എന്ന് പറഞ്ഞത് 158-നേക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോണ നമ്പർ ഏതാണ്? ഇതാണ്, 138 ആണ്. അപ്പോ 6 × 23 നമുക്ക് എന്ത് കിട്ടി? 138 എന്ന് കിട്ടി. ബാലൻസ് ശിഷ്ടം റിമൈൻഡർ എന്താണ്? 20 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി പോയിന്റ് വരുന്നതൊക്കെ ഉണ്ട്, അത് ഡെസിമൽ പ്ലേസ് വാല്യൂ പഠിച്ച ശേഷം ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ 5678-നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടണ കോഷ്യന്റ് എന്താണ്? 256-ഉം റിമൈൻഡർ എത്രയാണ്? 20 കിട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സംഖ്യ നോക്കിയിട്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ മറ്റേത് എടുത്ത് അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പൊ ഇതേ പ്രോസസ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു സംഖ്യ എടുത്ത് നോക്കാം. 8469 ഡിവൈഡഡ് ബൈ 21. ഏതാണ്? 8469
നാലക്ക സംഖ്യേനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 21 എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 21 21, 2 21 എന്ന് പറയുന്നത് 42. അപ്പൊ നമ്മൾ 84 ടാർഗറ്റ് ചെയ്യുന്നത്. 8 എന്തായാലും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ 84 എത്ര 21 ഉണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ 63, 4 into 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. എന്ത് കിട്ടി? 4 into 21 84 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ കറക്റ്റ് ആ 84 കിട്ടണം, അല്ലെങ്കിൽ 84 താഴെ ലെസ് ദാൻ 84 നമ്പർ കിട്ടണം. ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ എഴുതി 4 4 പോയാൽ 0, 8 8 പോയാൽ 0. അപ്പോൾ അവിടെ അത് 0 ആയി. ഇനി ഇവിടെ നിങ്ങൾ എപ്പോഴും എല്ലാവരും മിസ്റ്റേക്ക് ചെയ്യണ ഒരു പോയിന്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഇനി നോക്കി നോക്കൂ, ഈ 6 ഞാൻ ഇവിടെ ഇറക്കിയിട്ടു. ഓക്കെ, ഇവിടെ 6 ഇറക്കിയിട്ടു. ഈ 6 എന്ന് പറഞ്ഞ നമ്പർ എന്തില് ഡിവിസിബിൾ അല്ല? 6ല് എന്തില്ല? 21 ഇല്ല. സോ നമുക്ക് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മുകളിൽ 0 ഇട്ട് കൊടുക്കണം. അതെല്ലാവരും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്ത് ചെയ്യണം? ഈ 6 is not divisible by 21, so put 0. എന്ത് കൊടുക്കണം? അവിടെ 0 കൊടുക്കണം. എന്നിട്ട് പിന്നെ 6 എന്തായാലും പോവില്ല, നമുക്ക് മനസ്സിലായി. എന്ത് നമ്മൾ ഇറക്കിയിടുക? 9 ഇവിടെ നമ്മൾ ഇറക്കിയിടുക. ഇനി 9 നമ്മൾ 69 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, 69 നമ്മൾ എവിടെ കൊടുക്കാൻ പറ്റുക? 63 നമുക്ക് കൊടുക്കാം അല്ലേ? 63 കൊടുക്കുമ്പോൾ 3 കൊടുക്കാം. 3 into 21 എത്രയാണ്? 63. ബാലൻസ് നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ 8469 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? 403 എന്ന് കിട്ടി. റിമൈൻഡർ നമുക്ക് ശിഷ്ടം എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളും കൂടി എടുക്കാം. 7182 ഡിവൈഡഡ് ബൈ 42. എന്താണ് 7182 ഡിവൈഡഡ് ബൈ 42? ഇപ്പൊ 42ന്റെയും 21നെ നമുക്ക് ടേബിൾ ഒന്നും പഠിച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ ആകെ എന്ത് ചെയ്താൽ മതി? 10 വരെ ടേബിൾ പഠിച്ചാൽ മതി. പക്ഷെ സൈഡിൽ നമ്മൾ എഴുതി നോക്കുക. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും, ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 42 42, 2 into 42 എന്ന് പറഞ്ഞാൽ 84. നമുക്ക് വേണ്ടത് എന്താണ്? 71ൽ എത്ര 48 ഉണ്ട് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 1 into 42 എന്ത് വരും? 42 എന്ന് വരും. അപ്പോൾ 1 2 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എടുത്തു, കടെടുത്തു. അപ്പോൾ ഇവിടെ 6 ആണ്. 6 4 പോയാൽ 2. സബ്ട്രാക്ഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 29 കിട്ടി. ഇനി ഇവിടെ നോക്കി നോക്കൂ, 29 എന്തിൽ ഡിവിസിബിൾ അല്ല? 42ൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 8 എന്നുള്ള സംഖ്യ അവിടെ ഇറക്കിയിട്ടു. ഈ 298ൽ എത്ര 42 ഉണ്ട് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി മുഴുവൻ ടേബിൾ എഴുതാൻ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇത് നോക്കി നോക്കാം. 42 into 5 നോക്കി നോക്കാം. എന്നിട്ട് അതിന്റെ അടുത്തുള്ള സംഖ്യകൾ നോക്കി നോക്കാം. ഇപ്പൊ 10 0 20 210. അപ്പോൾ 42 into 5 എന്ന് കിട്ടുന്നതിന് എത്രയാണ്? 210 ആണ്. അപ്പോൾ അതിലും കൂടുതൽ ഇനി ഉണ്ടോ നോക്കി. അപ്പോൾ നിയർ ബൈ ആയി നമ്മൾ. അപ്പോൾ 42 into 6 12 252. അപ്പോഴും നമുക്ക് ഇനി ഇതും വേണമെങ്കിൽ എടുക്കാം. ഇനി നോക്കി നോക്കാം ഇതിലും എന്തെങ്കിലും നിയറസ്റ്റ് നമ്പർ ഉണ്ടോന്ന്. 14 4 29. അപ്പോൾ ഇതെടുക്കാം 290. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഇതിൽ കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 7 into 42 ആണ് 294 എന്ന് കിട്ടിയത്. ബാക്കി എത്രയാണ്? 4 അല്ലെ? 8 4 പോയാൽ 4 ആണ്. ഈ 2 നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? ഇറക്കിയിട്ടു. 42ല് എത്ര 42 ഉണ്ട്? 42ൽ എത്ര 42 ഉണ്ട്? 142 ഉണ്ട്. സോ 1 into 42 42. അപ്പൊ എത്ര കിട്ടി? അപ്പൊ 7182 ഡിവൈഡഡ് ബൈ 42 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താണ് ആൻസർ കിട്ടുന്നത്? 171. ഓക്കെ, 171 എന്നാണ് നമ്മുടെ ക്വോഷ്യന്റ്. അപ്പൊ അതാണ് നമ്മളുടെ ആൻസർ. അപ്പൊ ഇതേ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പൊ 42 ആണെങ്കിൽ ഇതിപ്പോ ഒരക്ക സംഖ്യ ആണെങ്കിൽ രണ്ടക്ക സംഖ്യ ഇതേ പ്രോസസ്സാണ്. ഈ 3 അക്ക സംഖ്യ ആണെങ്കിലോ 4 5 നമ്പറിനെ നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് തരുമ്പോൾ 2 3 സംഖ്യ എടുക്കുമ്പോൾ സെയിം പ്രോസസ്സാണ്. ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി.
ഓക്കെ, നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക, കുറേ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. അതേപോലത്തെ ഇനി 2 എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എനിക്ക് എവിടെ നിങ്ങൾ തരണം, കമൻറ്റ് ബോക്സിൽ തരണം. ഇതൊന്ന് ചെയ്ത് നോക്കൂ. 4439 ഡിവൈഡഡ് ബൈ 23 ആണ്. മറ്റത് 9504നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് കൂടുതൽ ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.